ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് എന്താണെന്നറിയോ? പരിപ്പ് കൊണ്ട് പരിപ്പ് കുത്തി കാച്ചിയത്. അതിന് കുറച്ച് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ച് എടുക്കണേ. പരിപ്പ് ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം മുറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടി വെച്ച് പരിപ്പ് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ, അധികം വെള്ളം വേണ്ട, ഒഴിച്ചിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലാണ് കേട്ടോ. അധികം വെന്തും പോകരുത്, എന്നാൽ വേഗവും വേണം. 2 വിസിൽ വന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാണ്ട് കുറുകിയിരിക്കില്ലേ. അപ്പോൾ ഏകദേശം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അധികം വെന്തിട്ടുമില്ല, എന്നാൽ പൊടിഞ്ഞു പോയിട്ടുമില്ല. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. എന്നിട്ടൊരു പാൻ വെച്ചിട്ടുണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി കുറച്ചെടുത്ത് ചതച്ച് എടുക്കണം. ആ ചതച്ച ഉള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. എൻ്റെ കൂട്ടത്തിൽ 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ട് ഇടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇത് ശരിക്കും മൊരിഞ്ഞ് വരണം, ശരിക്കും മൊരിഞ്ഞ് കിട്ടുന്നത് ശരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതിനകത്ത് ചതച്ച മുളകാണ് ചേർക്കുന്നത് കേട്ടോ. പച്ചമുളകൊന്നും ചേർക്കില്ല, മുളക് പൊടിയൊന്നും ചേർക്കില്ല. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്തതിന് ശേഷം ഈ ചതച്ച മുളക് ഒരു 1.5 സ്പൂൺ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഈ ഉള്ളി മൂത്തതിന് ശേഷം ഈ മുളക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ മുളക് ഇച്ചിരി കരിഞ്ഞു പോവില്ലേ. അപ്പോൾ ഏകദേശം നല്ല മൂത്ത് നല്ല വാസന അതങ്ങോട്ട് മൂക്കും കേട്ടോ. നമുക്ക് അപ്പം തന്നെ കറി കൂട്ടി ഉണയിക്കാൻ തോന്നും. ഇത് ചോറിൻ്റെ കൂടെ നല്ല കൂർക്ക മെഴുക്കുരട്ടിയും പപ്പടവും തൈരും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഊണായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. കാരണം ഈ തക്കാളിയുടെയൊക്കെ ഇത് ഇറങ്ങണമല്ലോ, പരിപ്പിലേക്ക് യോജിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്, ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. പിന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയാട്ടോ അത്. ശരിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, മെഴുക്കുവരട്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ കുറുകി പോകില്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നല്ല സൂപ്പർ കറിയാട്ടോ. ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ പരിപ്പ് കുത്തി കാച്ചിയത്, അതായത് പരിപ്പ് കറി. ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ്, ചോറിൻ്റെ കൂടെയും. ഞാൻ പറഞ്ഞില്ലേ, മെഴുക്കുവരട്ടിയും മീൻ വറുത്തതോ പപ്പടോ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.